ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ ക്ലാസ്സിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലൊക്കെ ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ബിസിനസ്സിൽ വന്നിട്ടുള്ള ഇൻകം, എക്സ്പെൻസസ് പോലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റി, അസറ്റും ലയബിലിറ്റീസും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് ഈ ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിലും ശരി, ബാലൻസ് ഷീറ്റിലാണെങ്കിലും ശരി, നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡുകളെ പറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാനാണെങ്കിലും പറ്റത്തുള്ളൂ. അപ്പം പല ആൾക്കാർക്കും കൺഫ്യൂഷനുള്ളൊരു സാധനമാണ് ഇപ്പോഴും ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്. നമ്മളിപ്പം ഒരു ഡെബിറ്റ് വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന അസറ്റുകൾ, അതായത് ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകൾ കൂടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു മെഷീനറി വാങ്ങിക്കുമ്പോൾ എൻ്റെ ബിസിനസ്സിൽ മെഷീനറി കൂടി, അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഡെബിറ്റാണ് സംഭവിക്കുക. അപ്പം അസറ്റ് കൂടുമ്പോൾ അതുപോലെ തന്നെ P&Lലുള്ള എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡെബിറ്റാണ് വരിക. അതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് നേരെ തിരിച്ച് കുറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മാറും. അപ്പോൾ കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ബാലൻസും, കുറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മാറും. എന്നാൽ നമ്മുടെ ലയബിലിറ്റീസ് ആണ് കുറയുന്നത് അല്ലെങ്കിൽ ഇൻകമാണ് കുറയുന്നതെങ്കിൽ അവിടെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരുന്നത്. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ബാധ്യത, ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം, വരുമാനം, ഇതൊക്കെ ബിസിനസ്സിൽ കൂടുകയാണ് അല്ലെങ്കിൽ കൂടി വരികയാണെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഡെബിറ്റും ക്രെഡിറ്റും ഈ രീതിയിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അസറ്റും ലയബിലിറ്റീസും അതുപോലെ ഇൻകവും എക്സ്പെൻസും ഒക്കെ വെച്ചിട്ട് രീതിയിൽ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ജേണൽ എൻട്രീസ് എഴുതി അക്കൗണ്ട് വരയ്ക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.